ശശി തരൂരിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പാർട്ടിക്കകത്തും പുറത്തും നിന്നുമായി അമ്പുകൾ എയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. കോൺഗ്രസിലെ വിമതസ്വരമായി തരൂർ ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞു. കോൺഗ്രസിനുള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ നേതൃത്വത്തെ വിമർശിക്കുന്നതും പാർട്ടിയെ തള്ളിപ്പറയുന്നതും തരൂരിന്റെ ഹോബിയായി മാറിക്കഴിഞ്ഞു. മുന്നണിയിലെ മുഖ്യ നേതാക്കന്മാർ തരൂർ വിഷയത്തിൽ മൗനം കൈക്കൊള്ളുന്നതും ചിലർ പരസ്യമായി വിമർശിക്കുകയും ചെയ്യുന്നതും സ്ഥിരം കാഴ്ചയാണ്. നെഹ്റു ഗാന്ധി കുടുംബത്തെ പരോക്ഷമായി വിമർശിച്ച് തരൂർ എഴുതിയ ലേഖനം നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം കടുത്ത അതൃപ്തിയാണ് ഉണ്ടാക്കിയത്. ലേഖന വിവാദം കൂടി ഉടലെടുത്തതോടെ തരൂരിനെതിരെ ഒരു വിരുദ്ധപക്ഷം തന്നെ മുന്നണിയിൽ ഉടലെടുത്തു എന്ന് തന്നെ പറയാം. നെഹ്റു കുടുംബത്തെ വിമർശിച്ച തരൂരിന്റെ നിലപാടിനെ നിശിതമായി വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് എം ഹസൻ. നെഹ്റു കുടുംബത്തിന്റെ ഔദാര്യത്തിലാണ് ശശി തരൂർ രാഷ്ട്രീയത്തിലേക്ക് എത്തിയതെന്നാണ് ഹസൻ തരൂരിനെതിരെ ഉയർത്തുന്ന കടുത്ത വിമർശനം. ഈ രാജ്യത്തിനോ സമൂഹത്തിനോ വേണ്ടി ഒരു തുള്ളി വിയർപ്പ് പോലും ചൊരിയാത്ത ഒരാളാണ് നെഹ്റു കുടുംബത്തിന്റെ ഔദാര്യത്തിൽ രാഷ്ട്രീയത്തിൽ ഈ സ്ഥാനമാനങ്ങളിൽ എത്തിയത്. തലമറന്ന് എണ്ണ തേക്കുന്ന പ്രവൃത്തിയാണ് തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്നും എം ഹസൻ പറഞ്ഞു. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായിരിക്കുമ്പോൾ BJP കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയും എതിർക്കാൻ ഉപയോഗിക്കുന്ന കുടുംബാധിപത്യം എന്ന അതേ ആയുധമെടുത്ത് എതിർക്കാൻ ശ്രമിക്കുന്നതിന് മുന്നേ വളരെ മര്യാദയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണെന്നും ഹസൻ പറഞ്ഞു. പരോക്ഷമായി പല അഭിപ്രായങ്ങളും തരൂരിനെതിരെ വന്നിട്ടുണ്ടെങ്കിലും ഇത്തരം ഒരു തുറന്ന മറുപടി ഒരു നേതാവ് ഉന്നയിക്കുന്നത് ഇത് ആദ്യമാണ്. തരൂരിനെതിരെയുള്ള ഹസന്റെ വീഡിയോ ഒന്ന് കാണാം. നെഹ്റു കുടുംബത്തിന്റെ ഔദാര്യത്തിലാണ് ശശി തരൂർ രാഷ്ട്രീയത്തിലേക്ക് വന്നതും ഈ സ്ഥാനമാനങ്ങളിൽ ഉണ്ടായിട്ടുള്ളൂ. ഞാനും അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആളാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതാണ്. അദ്ദേഹം ഒരു സമൂഹത്തിനോ രാജ്യത്തിനോ വേണ്ടി ഒരു തുള്ളി വിയർപ്പ് പോലും ചൊരിയാത്ത ഒരാളാണ്. ഈ നെഹ്റു കുടുംബത്തിന്റെ ഔദാര്യത്തിൽ രാഷ്ട്രീയത്തിൽ വന്ന് ഇവിടേക്കെല്ലാം എത്തിയത്. അദ്ദേഹത്തിന് നെഹ്റുവിനെ വിമർശിക്കാൻ ആർക്കും അവകാശമുണ്ട്, ആർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അടുത്ത കാലത്ത് ജവഹർലാൽ നെഹ്റുവിനെ BJP ഗവൺമെന്റും BJPയും ഇകഴ്ത്താനും തമസ്കരിക്കാനും ശ്രമിക്കുമ്പോൾ കോൺഗ്രസിലെ തന്നെ സമുന്നതരായ നേതാക്കൾ നെഹ്റുവിനെ ഇകഴ്ത്താനും അദ്ദേഹത്തെ വിമർശിക്കാനും ഒരുപ്പെടുമ്പോൾ അത് നോക്കിയിരിക്കാനും അത് കണ്ടില്ല എന്ന് ഭാവിക്കാനും, പ്രത്യേകിച്ച് എന്നെ പോലുള്ള ഒരാൾക്ക്, ഞാൻ നെഹ്റുവിന്റെ ഒരു ആരാധകനാണ്, കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രസിഡന്റായിരുന്ന ആളാണ്. അടുത്ത കാലത്ത് നമ്മുടെ MP ശശി തരൂർ അദ്ദേഹം ഒരു ലേഖനം എഴുതി. അതിൽ അദ്ദേഹം പറഞ്ഞത് നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, പിന്നീട് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഇവരെല്ലാം അവരുടെ നേതൃത്വം കുടുംബാധിപത്യത്തിലൂടെ കിട്ടിയ നേതൃത്വമാണ്. അവർ രാഷ്ട്രീയ രംഗത്ത് ഏതാണ്ട് ബർത്ത് റൈറ്റ്, ജന്മാവകാശം അവരനുഭവിക്കുന്നു. മറ്റു പല രാഷ്ട്രീയക്കാരെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു. പക്ഷേ മറ്റുള്ളവരെ പറയുന്നത് പോലെയാണോ നെഹ്റു കുടുംബത്തെ വിമർശിക്കുന്നത്? ആ കുടുംബത്തിന്റെ പാരമ്പര്യം എന്താണ്? ആ കുടുംബം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയ പങ്കെന്താണ്? ഇന്ത്യയെ ഒരു മതേതര രാഷ്ട്രമായി രൂപപ്പെടുത്തുന്നതിൽ ആ കുടുംബത്തിലെ അംഗങ്ങൾ വഹിച്ചിട്ടുള്ള മഹത്തായ സംഭാവനകൾ എന്താണ്? ഇവരെല്ലാം അവരവരുടെ കഴിവുകൊണ്ട്, അവരവരുടെ പ്രവർത്തനം കൊണ്ടാണ് എല്ലാ സ്ഥാനത്തേക്കും എത്തിയിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, ഇന്ദിരാഗാന്ധി കുട്ടിക്കാലം മുതൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതാണ്. അച്ഛന്റെ മകളായതുകൊണ്ട് മാത്രമാണോ? അതുപോലെ തന്നെ സോണിയാഗാന്ധിയെ ഞങ്ങളെല്ലാം കൂടി, കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കൾ, ഭർത്താവ് മരിച്ച് അവര് സ്വകാര്യതയുടെ ഏകാന്തതയിൽ വിശ്രമിക്കുമ്പോഴാണ് അവരെ കൈപിടിച്ചു കൊണ്ടുവന്നാണ് കോൺഗ്രസ് പ്രസിഡന്റാക്കിയത്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ എന്തുമാത്രം സാഹസികമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എന്തെല്ലാം വിട്ടുവീഴ്ചകളും നീക്കുപോക്കുകളും ഉണ്ടാക്കി അദ്ദേഹത്തിന് കടന്നു വരാൻ അവസരമുണ്ടായിട്ടും തന്റെ സ്വന്തം പാർട്ടിയെ ഒറ്റയ്ക്ക് ശക്തിപ്പെടുത്താനുള്ള ശ്രമമല്ലേ? അങ്ങനെയുള്ള ആളുകൾ അവരുടെ ഈ രാഷ്ട്രീയ നേതൃത്വത്തെ കുടുംബാധിപത്യം എന്ന് വിമർശിക്കുന്നത് വാസ്തവത്തിൽ വസ്തുതകൾ കണക്കിലെടുക്കാതെയാണ്. അപ്പൊ ശശി തരൂര് വാസ്തവത്തിൽ അദ്ദേഹം അത് മാത്രമല്ല, എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ അമർഷം ഉണ്ടാക്കിയത് അതിനുശേഷം ഒരു പ്രസ്താവന വന്നു. BJPയുടെ നേതാവ് അദ്വാനിയെ പുകഴ്ത്താൻ അദ്ദേഹം അവിടെ ഇകഴ്ത്തിയതാരെയാ? ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധി. വാസ്തവത്തിൽ തലമുറ എണ്ണ നയിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് പറയുമ്പോൾ എനിക്ക് പറയാൻ തന്നെ വാസ്തവത്തിൽ ഖേദമുണ്ട്. എനിക്ക് അദ്ദേഹത്തോട് ഒരു അഭ്യർത്ഥനയുള്ളൂ. കാരണം നെഹ്റു കുടുംബത്തിന്റെ ഔദാര്യത്തിലാണ് ശശി തരൂർ രാഷ്ട്രീയത്തിലേക്ക് വന്നതും ഈ സ്ഥാനമാനങ്ങളിൽ ഉണ്ടായിട്ടുള്ളൂ. ഞാനും അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആളാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതാണ്.
അദ്ദേഹം ഒരു സമൂഹത്തിനോ രാജ്യത്തിനോ വേണ്ടി ഒരു തുള്ളി വിയർപ്പ് പോലും ചൊരിയാത്ത ഒരാളാണ്. ഈ നെഹ്റു കുടുംബത്തിന്റെ ഔദാര്യത്തിൽ രാഷ്ട്രീയത്തിൽ വന്ന് ഇവിടേക്കെല്ലാം എത്തിയത്. അദ്ദേഹത്തിന് വിമർശിക്കാം. പക്ഷെ ഒരു കാര്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അത്യുന്നത സമിതിയായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായിരിക്കുമ്പോൾ BJP കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെ എതിർക്കാൻ ഉപയോഗിക്കുന്ന അതേ ആയുധമെടുത്ത്, കുടുംബാധിപത്യം എന്ന ആയുധമെടുത്ത് അവരെ എതിർക്കാൻ ശ്രമിക്കുന്നത്, അതിനു മുമ്പ് അദ്ദേഹം വളരെ മര്യാദയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് മാറി നിൽക്കുക, ഒഴിഞ്ഞു നിൽക്കുക. ജനങ്ങൾ തിരഞ്ഞെടുത്ത പാർലമെന്റ് മെമ്പർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് ഞാൻ പറയാൻ നിർബന്ധിതരായത് കാരണം BJP നടത്തുന്ന പ്രചരണം അല്ലെങ്കിൽ നെഹ്റു വിരുദ്ധരായിട്ടുള്ള ആളുകൾ നടത്തുന്ന പ്രചരണത്തെ നമ്മൾ പ്രതിരോധിക്കുമ്പോൾ നമ്മുടെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സമുന്നതരായ നേതാവ്, ഞാൻ വാസ്തവത്തിൽ പരസ്യ പ്രസ്താവന കൊടുക്കാൻ തുനിഞ്ഞപ്പോൾ എന്റെ മനസ്സ് വിലക്കി. ഇന്ന് ഇത് പറയാൻ ഞാൻ തിരഞ്ഞെടുത്തത് നെഹ്റു സെന്ററിന്റെ ഒരു പരിപാടിയായതുകൊണ്ട് സുധാകരനെ പോലുള്ള ഒരാളെ ആദരിക്കുമ്പോൾ, അദ്ദേഹത്തിന് അവാർഡ് നൽകി സംഘിക്കുമ്പോൾ, അദ്ദേഹം മാർക്സിസ്റ്റുകാരനാണല്ലോ. അദ്ദേഹം എല്ലാ കാലത്തും, ഞാൻ ആദ്യമായിട്ട് ഓർമ്മയാണ് കേരള കൗമുദിയിൽ അദ്ദേഹത്തിന്റെ നെഹ്റുവിന്റെ ചരമദിനത്തിലാണ് ഒരു ലേഖനം വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി വന്ന് ഞാൻ അന്ന് തന്നെ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ വളരെ വളരെ സന്തോഷത്തോടെ അഭിനന്ദിച്ചു. കാരണം ഞങ്ങളാരെങ്കിലും അല്ലെങ്കിൽ നെഹ്റുവിന്റെ ആരാധിക്കുന്നവർ എഴുതുന്ന ലേഖനത്തെക്കാൾ വളരെ വളരെ ക്ലാരിറ്റിയുള്ള വളരെ വളരെ ആദർശശുദ്ധിയോടുകൂടി അദ്ദേഹം പറഞ്ഞു, നെഹ്റുവിനോടുള്ള എന്റെ ആരാധനയും എന്റെ അഭിപ്രായവുമാണ് ഞാൻ തുറന്നെഴുതിയത്. നെഹ്റു സെന്ററിന്റെ ഒരു പരിപാടിയിൽ അദ്ദേഹം 2-3 വർഷം മുമ്പ് മന്ത്രിയായിരിക്കുമ്പോൾ ഇവിടെ വന്നു. അപ്പൊ അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുള്ളവർ നെഹ്റുവിനെ ആദരിക്കുകയും നെഹ്റുവിനെ ഈ തമസ്കരിക്കാനുള്ള ശ്രമത്തെ എതിർക്കുകയും ചെയ്യുന്ന കാലഘട്ടം.